നമസ്കാരം. യൂറോപ്പിലേക്ക്, വിശിഷ്യ ജർമ്മനിയിലേക്ക് നല്ലൊരു ജോലി നേടി ഇവിടെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇതാണ് അതിന് പറ്റിയ കറക്റ്റ് സമയം. പറയാൻ കാരണം റീസെൻ്റ്ലി, അതായത് കഴിഞ്ഞ കൊല്ലം 2018 സെപ്റ്റംബർ ഒക്ടോബർ കാലയളവിൽ വളരെ പ്രത്യേകതയുള്ള ഒരു നിയമം ജർമ്മൻ ഗവൺമെൻറ് പാസ്സാക്കി. ഇത് ദൂരവ്യാപകമായ ഒരു ഗുണം ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു നിയമമാണ് അവരിപ്പോൾ പാസ്സാക്കിയിട്ടുള്ളത്. ഇത് പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിലുള്ള അല്ലെങ്കിൽ യൂറോപ്പിന് പുറത്തുള്ള രാജ്യങ്ങളിലുള്ള ചെറുപ്പക്കാർക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ളൊരു നിയമമാണ് അവർ പാസ്സാക്കിയിട്ടുള്ളത്. ആ നിയമത്തിൻ്റെ ഒരു ആകത്തുക ഇതാണ്: നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ വന്ന് ജർമ്മനിയിൽ ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയിൽ ഇഷ്ടപ്പെട്ടൊരു ജോലി സമ്പാദിക്കാം. ഇത് കേൾക്കുമ്പോൾ വലിയ പ്രത്യേകത ഒന്നും തോന്നില്ല. പക്ഷേ ഇതുവരെ ഉണ്ടായിരുന്ന നിയമവും ഇപ്പോൾ പുതിയതായവർ പാസ്സാക്കിയ നിയമവും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ഗുണം അറിയാൻ പറ്റുന്നത്. ഇത്രയും കാലം നിയമം എങ്ങനെയായിരുന്നു വെച്ചാൽ, നിങ്ങൾക്ക് ഈവൻ ഇന്ത്യയിലുള്ള ഒരാൾക്ക് ഒരു ജോലിക്ക് ആപ്റ്റാണ്. നിങ്ങൾ ജർമ്മനിയിലെ ഒരു കമ്പനിയിലെ ഒരു വേക്കൻസിക്ക് നിങ്ങൾ ആപ്റ്റാണ്, കഴിവ് കൊണ്ട് നിങ്ങൾ ആപ്റ്റാണ്. പക്ഷേ നിങ്ങൾക്ക് ആ ജോലി കിട്ടാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. കാരണം ആ ഒരു വേക്കൻസിയിലേക്ക് അവർ ആദ്യമായി പരിഗണിക്കുക ജർമ്മൻ സിറ്റിസൺസിനെയാണ്. അത് കഴിഞ്ഞ് പരിഗണിക്കുന്നത് യൂറോപ്പിലുള്ള മറ്റു രാജ്യങ്ങളിലെ സിറ്റിസൺസിനെയാണ്. എന്നിട്ടാണ് അവർ യൂറോപ്പിന് പുറത്തുള്ള ആൾക്കാരെ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു വേക്കൻസിയിൽ ജോലിക്ക് കയറാനുള്ള സാധ്യത തുലവും കുറവാണ് ഈ ഒരു നിയമം, മുമ്പുണ്ടായിരുന്ന ഈ ഒരു നിയമം വെച്ച്. പക്ഷേ ഇപ്പോൾ പാസ്സാക്കിയിട്ടുള്ള നിയമപ്രകാരം നിങ്ങൾക്ക് കഴിവുണ്ടോ ഇല്ലയോ ഇത് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. നിങ്ങൾ ഏത് രാജ്യത്തെ പൗരനാണ്, അല്ലെങ്കിൽ നിങ്ങൾ യൂറോപ്പിനകത്താണോ യൂറോപ്പിന് പുറത്താണോ ജർമ്മനിയിലാണോ എന്നൊന്നും അവർ പരിഗണിക്കുന്നേ ഇല്ല. ഇഫ് യു ആർ ആപ്റ്റ് ഫോർ ദ ജോബ് യു വിൽ ഗെറ്റ് ദ ജോബ്. ഇതാണ് ആ ഒരു നിയമത്തിൻ്റെ ഏറ്റവും വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇതാണ് ആ നിയമം. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലിങ്ക്ഡിനോ അല്ലെങ്കിൽ മറ്റ് ജോബ് സൈറ്റുകളിലോ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കാണുകയും നിങ്ങൾ അപ്ലൈ ചെയ്യുകയും ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് എംപ്ലോയർ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കോള് നിങ്ങൾക്ക് ലഭിക്കാറില്ല. ഇതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പഴയ നിയമത്തിലുള്ള ഈ റെസ്ട്രിക്ഷൻസ് കാരണമാണ്. അവർക്കറിയാം നിങ്ങൾ ആപ്റ്റാണ്, നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങളുടെ പ്രൊഫൈലായിട്ട് വളരെ അധികം മാച്ചിങ് ആണ്. പക്ഷേ നിങ്ങളെ അവർക്ക് പരിഗണിക്കാൻ വയ്യ. അതിന് കാരണം ഈ മുമ്പുണ്ടായിരുന്ന ഈ ലോ കാരണമാണ്. ഓക്കെ, നിങ്ങൾ ഇന്ത്യയിലുള്ളതാണ്, നിങ്ങൾ ഈ ജോബിന് വളരെ ആപ്റ്റാണെങ്കിലും നിങ്ങളുടെ പൗരത്വം ആണ് പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾ യൂറോപ്പിനകത്തുള്ളതല്ല ആളല്ല, അല്ലെങ്കിൽ ജർമ്മനിക്ക് അകത്തുള്ള ആളല്ല എന്നുള്ളത് കൊണ്ട് അവർ അത് കൺസിഡർ ചെയ്യുന്നതല്ല നിങ്ങളുടെ ആപ്ലിക്കേഷൻ. ഇത്തരത്തിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി മുതൽ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എംപ്ലോയേഴ്സിന് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ, ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആൾക്കാരെ അവർക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു സുവർണാവസരം, അതായത് ജർമ്മനിയിലോ അല്ലെങ്കിൽ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലോ സെറ്റിലാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ ഒരു സുവർണാവസരം വിനിയോഗിക്കണം. മറ്റൊരു ഓസ്ട്രേലിയയോ കാനഡയോ ആവുന്നതിന് മുമ്പ് തുടക്കത്തിലെ ഈ ഒരു ഇമിഗ്രേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരികയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ട്. ജർമ്മനിയിൽ ജോലി ലഭിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ വിസ പ്രോസസ്സിങ്, വർക്ക് വിസ ലഭിക്കുന്നത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായി ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം, നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരമായി എന്നുണ്ടെങ്കിൽ. ബൈ.